ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഈ ഒരു ക്ലാസ്സിലൂടെ ഫയൽ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സസും നമ്മൾ എടുക്കുകയാണ്. അതായത് കംപ്ലീറ്റ് ടോപ്പിക്കും ഫയലിൽ നിന്ന് റിലേറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കുറേ ലെങ്തി ആവാനും കൂടെ ചാൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും മുഴുവൻ കാര്യങ്ങളും കാണുക. അതിനുശേഷം നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നുണ്ടാവുക. നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫയൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള കട്ടിംഗ് പ്രോസസ്സുകൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൽ നിന്നും അധികമായിട്ടുള്ള മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു കട്ടിംഗ് ടൂളാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ ഫയലിംഗ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. ഫസ്റ്റ് വൺ, ഇതിനകത്ത് ഫയലിൻ്റെ പാർട്സുകളെ കുറിച്ചും അതുപോലെ തന്നെ ഫയൽ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ചുമൊക്കെ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ടാകും. നമുക്ക് ഓരോന്നായിട്ട് പറയാം. അതിനു മുമ്പായിട്ട് മെത്തേഡ് ഓഫ് മെറ്റൽ കട്ടിങ് ചെയ്യുന്നത് 3 മെത്തേഡുകളാണ്. അങ്ങനെ ചോദിച്ചിട്ടില്ല. ഫസ്റ്റ് വൺ അബ്രാഷൻ, സെക്കൻഡ് വൺ ഫ്യൂഷൻ, തേർഡ് വൺ ഇൻസിഷൻ എന്നിങ്ങനെ 3 മെത്തേഡുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് ഫയലിംഗ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ള ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നോക്കിയേ, ഫയലിംഗ് ഈസ് എ മെത്തേഡ് ഫോർ റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ് ബൈ യൂസിങ് ഫയൽ വിച്ച് ആക്ട് ആസ് എ കട്ടിംഗ് ടൂള്. അപ്പോൾ ഫയൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഒരു കട്ടിംഗ് ടൂളായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് വർക്ക് പീസസിൽ നിന്നും അധിക മെറ്റീരിയലിനെ, എക്സസ് മെറ്റീരിയലിനെ റിമൂവിങ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ടൂളാണ് ഫയൽ എന്ന് പറയുന്ന ടൂള്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ അരം എന്നൊക്കെ പറയും. സോ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എക്സസ് ആയിട്ടുള്ള മെറ്റൽസിനെ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സാണ് ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഫയൽ എന്ന് പറയുന്ന ഒരു കട്ടിംഗ് ടൂളാണ് അല്ലേ. സോ ഫിഗർ നമ്പർ 4-നകത്ത് ഫയൽ ഹോൾഡ് ചെയ്യുന്നത് കാണാം. ഫയൽസ് ആർ അവൈലബിൾ ഇൻ മെനി ഷേപ്പ് ആൻഡ് സൈസ്. വ്യത്യസ്ത ഷേപ്പുകളിലും സൈസസിലും ഒക്കെ ഫയൽ അവൈലബിൾ ആണ്. നമുക്ക് ഫയലിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെയാണ് ടിപ്പ് ഓർ പോയിൻ്റ്. സോ എൻഡ് പോർഷനാണ്. ഇതെന്താണ്, ഹാൻഡിലാണ്. ഇവിടെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് ഫെറൂൾ എന്ന് പറയുന്നത്. ഈ ഫെറൂൾ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ആണ്. അതായത് ഈ ഹാൻഡിൽ എന്ത് ചെയ്യാൻ, ക്രാക്ക് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ആണ്. ദെൻ ഇതാണ് ടാങ് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്സിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഫയലിൻ്റെ ഈ ബോഡി പോർഷൻ എത്രയും എന്ത് ചെയ്യും, ഹാർഡൻഡ് ആക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, ടാങ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എന്ത് ചെയ്യില്ല, ഹാർഡൻഡ് ആക്കില്ല. അപ്പോൾ ഫയലിനെ ഹാർഡൻഡ് ആക്കാത്ത തിന്നായിട്ടുള്ള ഒരു പോർഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ടാങ് എന്ന് പറയുന്ന പോർഷനാണ്. ദെൻ ഇതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. ഷോൾഡറിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു ഫേസിന് അല്ലെങ്കിൽ ഈ ഒരു ബോഡി പോർഷനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഫെറൂളിൽ നിന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ടാങ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ നിന്നും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബോഡി പോർഷനെ എന്ത് ചെയ്യുന്നു, ഈ ടാങ്കിൽ നിന്നും വേർതിരിക്കുന്നത് ഈ ഷോൾഡറാണ്. ഓക്കെ, അല്ലാതെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അത് വേർതിരിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പോർഷനാണ് ഷോൾഡർ എന്ന് പറയുന്നത്. ദെൻ ഹീൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രോഡ് പാർട്ടായിട്ടുള്ള ഈ ഒരു ഫയലിൻ്റെ ഫേസിൽ എന്ത് ചെയ്തിട്ടുണ്ടാ, ടീത്ത് ചെയ്തിട്ടില്ലാത്ത, ഇവിടെ എല്ലാം ടീത്ത് ഉണ്ട്, ഇപ്പോൾ ടീത്ത് ഫോം ചെയ്തിട്ടില്ലാത്ത ഈ ഒരു ഭാഗത്തെ ഹീൽ എന്ന് പറയുന്നു. ഇതൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ് കേട്ടോ. ഇത് എഡ്ജാണ്. എഡ്ജിൽ എന്താണ്, സിംഗിൾ കട്ട് ടീത്ത് ആയിരിക്കും എഡ്ജിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക. സിംഗിൾ കട്ട് ടീത്ത് ആയിരിക്കും. സോ ഇതിനെയാണ് സിംഗിൾ കട്ട് ടീത്ത് എന്ന് പറയുന്നത്. ദെൻ ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് കൂടെ പോയാലോ ഡബിൾ കട്ട് ടീത്ത് ആവും. ഓക്കെ, ദെൻ ഫയൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ടിപ്പ് ഓർ പോയിൻ്റ് മുതൽ ഇതിൻ്റെ ഈ ഒരു ഹീല് വരെയുള്ള ഒരു പോർഷനെ നമുക്കെന്ന് പറയാം ഫയലിൻ്റെ ലെങ്ത് എന്നും പറയാൻ സാധിക്കും. അപ്പോൾ ഇനി എക്സ്പ്ലനേഷൻസിലേക്ക് നമുക്ക് പോയാലോ. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പ് ഓർ പോയിൻ്റ്, ദ എൻഡ് ഓപ്പോസിറ്റ് ടു ടാങ്. ഓക്കെ, ദ എൻഡ് ഓപ്പോസിറ്റ് ടു ടാങ്. ഇതാണ് ദ എൻഡ്. ഒന്നെന്താണ്, ദ എൻഡ് പോർഷനാണ്. ഓപ്പോസിറ്റ് ടു ടാങ്, ടാങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ടിപ്പ് ഓർ പോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ഹീലാണ്. ദ പോർഷൻ ഓഫ് ദ ബ്രോഡ് പാർട്ട് വിത്തൗട്ട് ടീത്ത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ബ്രോഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ബ്രോഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫേസാണ്. സോ ഇവിടെ ടീത്ത് ചെയ്തിട്ടില്ലാത്ത ഈ ഭാഗത്ത് ഹീലി എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, ഷോൾഡർ ആണ്. ദ കർവ്ഡ് പാർട്ട് ഓഫ് ദ ഫയൽ സെപ്പറേറ്റിംഗ് ടാങ് ഫ്രം ബോഡി. ഓക്കെ, ദ കർവ്ഡ് പാർട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞതാണ്, ഈ ഒരു ബോഡിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ടാങ് എന്ന് പറയുന്ന ഒരു പോർഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കർവ്ഡ് പോർഷനെയാണ് നമ്മൾ ടാങ് എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പോയിൻ്റ് കൂടിയുണ്ട്.
ഇതാണ് ആ പോയിന്റ്. ദ ബോഡി പോർഷൻ ഈസ് ഹാർഡൻഡ് ആൻഡ് ദ ടെമ്പേർഡ്. ദ ടാങ് ഈസ് ഹവർ നോട്ട് ഹാർഡൻഡ്. അപ്പോൾ ഫയലിൽ ഹാർഡൻഡ് ആകാത്ത പോർഷൻ ഏതാണെന്ന് ചോദിക്കും. ടാങ് ആണ്. ഹാർഡൻഡ് ആക്കിയിട്ടുള്ള പോർഷന് ഫുള്ള് ബോഡിയാണ്. then അടുത്തത് ഹാൻഡിലാണ്. ഹാൻഡിൽ എന്താണെന്ന് നമുക്കറിയാം. ദ പാർട്ട് ഫിറ്റഡ് ടു ദ ടാങ് ഫോർ ദ ഹോൾഡിംഗ് ദ ഫയൽ. ഈ ഒരു ടാങ് എന്ന് പറയുന്നത് എവിടെ ചെയ്തിരിക്കുന്നത്, ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഹാൻഡിലാണ്. അതെന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. then ഫിറൂൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് ആണ്. അതെന്ത് ചെയ്യുന്നു, ഹാൻഡിൽ ക്രാക്ക് ആകാതെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഫയൽസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ചോദിക്കാം. ഇതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുപോലോ നമ്മൾ എന്ത് ചെയ്യില്ല, പഠിക്കാതെ വിടാൻ പാടില്ല. അടുത്തത് ജനറലി ഫയൽസ് ആർ മെയ്ഡ് ഓഫ് ഹൈ കാർബൺ അല്ലെങ്കിൽ ഹൈ ഗ്രേഡ് കാസ്റ്റ് സ്റ്റീൽ. ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് ഫയൽ നിർമ്മിക്കുന്നത്. ഈ ബോഡി പോർഷൻ ഹാർഡനും ടെമ്പേർഡും ആക്കുന്നു. എന്നാൽ ടാങ് എന്ന് പറയുന്ന പോർഷൻ എന്താക്കുന്നില്ല, നോട്ട് ഹാർഡൻഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഇത്രയുമാണ് പൊതുവായിട്ട് ഈ ഒരു ഫയലിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഫയലുകളുണ്ട്. അപ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കട്ട് ഓഫ് ഫയൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഫയലിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ഈ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫയലിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് സ്റ്റേറ്റ് ഹൗ ഫയൽസ് ആർ സ്പെസിഫൈഡ്, ഫയലിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത് എന്നും അതുപോലെ തന്നെ വ്യത്യസ്ത സ്പെസിഫിക്കേഷൻ. ആ സ്പെസിഫിക്കേഷനിൽ വരുന്നതാണ് ഗ്രേഡ്. ആദ്യം നമ്മൾ ഗ്രേഡിനെ തന്നെ നോക്കും. ദെൻ അതിനുശേഷം ഓരോ ഗ്രേഡ് ഫയലിൻ്റെയും ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, യൂസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു ഭാഗത്തിലൂടെ നോക്കും. അപ്പോൾ ഫയൽസ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്താണ്, ഫയൽസ് ആർ മാനുഫാക്ചർ ഡിഫറെൻറ്റ് ടൈപ്പ് ആൻഡ് ഗ്രേഡ്സ് ടു മീറ്റ് ദ വേരിയസ് നീഡ്. വ്യത്യസ്ത ആവശ്യകതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത ടൈപ്പിൽ ഫയലുകൾ നിർമ്മിക്കും. ഫയൽ സ്പെസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദെയർ ലെങ്ത്. അപ്പോൾ ഒന്ന് അതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക, അതിൻ്റെ ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെസിഫൈ ചെയ്യും. രണ്ടാമത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെസിഫൈ ചെയ്യും. മൂന്നാമത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെസിഫൈ ചെയ്യും, അതിൻ്റെ കട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെസിഫൈ ചെയ്യും. നാലാമത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സ്പെസിഫൈ ചെയ്യും. സോ ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ, കട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഫയലിനെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ, ലെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് ഈ ടിപ്പ് ഓർ പോയിൻ്റ് മുതൽ ഈ ഒരു ഹീല് വരെയുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഫയലിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ് ഓഫ് എ ഫയൽ ടു ദ ഹീല്. ടിപ്പ് അഥവാ പോയിൻ്റ് മുതൽ ഹീല് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് എന്ന് പറയാൻ പറ്റും, ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ അതെന്ന് പറയാൻ പറ്റും. ദെൻ നമുക്ക് ഇനി അറിയേണ്ടത് എന്തൊക്കെയാണ്, സ്പെസിഫിക്കേഷനാണ്. ആദ്യം ലെങ്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് ടിപ്പ് ഓർ പോയിൻ്റ് മുതൽ ഹീൽ വരെയുള്ള പോർഷനാണ് ലെങ്ത്. ആദ്യത്തെ സ്പെസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്തിന് നോക്കണം, ഗ്രേഡ് നോക്കണം, കട്ട് നോക്കണം, ക്രോസ് സെക്ഷൻ അഥവാ ഷേപ്പ് നോക്കണം. ആദ്യം ഗ്രേഡിലേക്ക് പോകാം. അപ്പോൾ ഗ്രേഡ് നോക്കാം. ഫയൽസ് ഗ്രേഡ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ സ്പേസിംഗ് ഓഫ് ദ ടീത്ത്. ഫയലിൻ്റെ ഗ്രേഡ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേസിംഗ് ഓഫ് ടീത്ത്, അതിൻ്റെ ടീത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടുകൾ കൊടുത്തിട്ടുണ്ടാകും. സോ ഇതിനെയാണ് ടീത്ത് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയലിനെ സ്പെസിഫൈ ചെയ്യുന്നു. പ്രധാനമായിട്ടും റഫ് ഫയൽ, ബാസ്റ്റാർഡ് ഫയൽ, സെക്കൻഡ് കട്ട്, സ്മൂത്ത് ഫയൽ, ഡെഡ് സ്മൂത്ത്, അങ്ങനെ 5 ഗ്രേഡുകൾ ഇവിടെ വരുന്നുണ്ട്. അതിൽ 4 ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം. അതിലേക്ക് വരാം. ദെൻ ഫസ്റ്റ് വൺ, റഫ് ഫയൽ എന്താണെന്ന് നോക്കിയേ. റഫ് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് റാപ്പിഡ്ലി ലാർജർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. അതായത് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾ ബീട്രൂട്ടൊക്കെ അരിയുന്ന ഈ ഇത് കണ്ടിട്ടില്ലേ, അപ്പോൾ ഇതിനകത്ത് വലിയ ഗ്യാപ്പ് ഉള്ളതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബീട്രൂട്ട് അരിയുന്ന സമയത്ത് അല്ലെങ്കിൽ അത് അരിയുന്ന സമയത്ത് എന്ത് ചെയ്യും, വലിയ ചീളുകളായിട്ട് അങ്ങ് പോകും അല്ലേ. അപ്പം പെട്ടെന്ന് റാപ്പിഡ്ലി അതെന്ത് ചെയ്യും, നമുക്ക് അരിഞ്ഞ് കഴിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉള്ളൂ മെറ്റീരിയലും കട്ട് ചെയ്യുന്ന സമയത്ത്. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ലാർജർ ക്വാണ്ടിറ്റി മെറ്റീരിയൽ, ഒരുപാട് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നു, വളരെ വേഗത്തിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. ട്രിമ്മിങ് ദ റഫ് എഡ്ജസ് ഓഫ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ്. സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിംഗ് റഫ് എഡ്ജസിൽ ട്രിമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നു, ചോദിക്കാറുള്ള ചോദ്യമാണ്. പിന്നെ രണ്ടാമത്തെ ഗ്രേഡാണ് ബാസ്റ്റാർഡ്. സോ ഇതിൻ്റെ ഒരു ഓർഡറിൽ അത് ഇതിനേക്കാളും കുറച്ചുകൂടി എന്ത് ചെയ്യും, ടീത്തിന് ഗ്യാപ്പ് കുറവായിരിക്കും. സോ ഇതും യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്, ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽസും ഹെവി ആയിട്ടുള്ള മെറ്റൽസ് റിഡക്ഷന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ്ഡ് കേസ് വരുന്നത്. സോ അപ്പോൾ അത് ആ രീതി, ഈ പോയിന്റുകൾ അതേ രീതിയിൽ തന്നെ പഠിക്കണം. റഫ് ഫയർ എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ലാർജർ ക്വാണ്ടിറ്റി മെറ്റൽസിനെ റിമൂവ് ചെയ്യുകയും ഇവിടെ
ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റൽ, ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കിനും സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് ഗുഡ് ഫിനിഷ് ഓൺ മെറ്റൽസ്. സെക്കൻഡ് കട്ട് ഫയൽ എന്താണ്? മെറ്റൽസിന് നല്ലൊരു ഫിനിഷിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫയലിന് നല്ലൊരു ഫിനിഷിങ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എക്സലൻറ്റ് ടു ഫയൽ ഹാർഡ് മെറ്റൽസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എക്സലൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബ്രിങ്ങിങ് ദ ജോബ് ടു ദ ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ്. അതായത് ഇതിപ്പം ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 5.2 മില്ലിമീറ്റർ ഇപ്പോൾ ഉണ്ട്. നമുക്ക് വേണ്ടത് 5 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 5.1 മില്ലിമീറ്ററിലേക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു മെറ്റീരിയലിനെ ക്ലോസ് ആക്കി ബ്രിങ്ങിങ് ആ ഫിനിഷിംഗ് സൈസിനോട് വളരെ ക്ലോസ് ആക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെക്കൻഡ് കട്ട് ഫയൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഹെവി റിഡക്ഷൻ സംഭവിക്കുന്ന മെറ്റൽ ഒരുപാട് എന്ത് ചെയ്യില്ല, റിമൂവ് ആവില്ല. പിന്നെ അതുപോലെ തന്നെയാണ് സ്മൂത്ത് ഫയലിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ഫയൽ ഈസ് യൂസ്ഡ് ടു റിമൂവ് സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഗുഡ് ഫിനിഷ്. അതായത് വളരെ ചെറിയ എമൗണ്ടിൽ മെറ്റൽസിനെ റിമൂവ് ചെയ്യുകയും അതുപോലെ തന്നെ അതേസമയം തന്നെ നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്യുകയും ചെയ്യുന്നു. ഡെഡ് സ്മൂത്ത് ഫയൽ ആകുമ്പോഴത്തേക്കിനും അതെന്തിനാണ്? ബ്രിങ്ങിങ് ദ മെറ്റീരിയൽ ടു ആക്യുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രി ഫിനിഷ്. വളരെ ആക്യുറേറ്റ് ആയിട്ട് ഹൈ ഡിഗ്രി ഫിനിഷിൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെഡ് സ്മൂത്ത് ഫയൽ ഏറ്റവും അവസാനമായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ ഗ്രേഡിൻ്റെ അതിൻ്റെ ഓർഡറിൽ ക്രമീകരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ഓർഡറിൽ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഗ്രേഡിനെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റഫ് ഫയൽ, ദെൻ ബാസ്റ്റാർഡ് ഫയൽ. ഓക്കെ, ദെൻ ബാസ്റ്റാർഡ് എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഗ്രാമർ നമ്മുടെ ടെക്നിക്കൽ ലാംഗ്വേജിൽ ടൂളുകളുടെ കാര്യത്തിൽ ഇല്ല കേട്ടോ. ദെൻ ബാസ്റ്റാർഡ് ഫയൽ. അടുത്ത എന്താണ്? സെക്കൻഡ് കട്ട് ഫയൽ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് സ്മൂത്ത് ഫയൽ. പിന്നെ എന്ത് വരും? ഡെഡ് സ്മൂത്ത് ഫയൽ വരും. ദെൻ ഇങ്ങനെയാണ് കൂടുതൽ മെറ്റൽസിനെ റിമൂവ് ചെയ്യുന്നതിൽ നിന്നും കുറവിലേക്ക്, കൂടുതൽ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നതിൽ നിന്നും കുറവ് മെറ്റീരിയലിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അഥവാ ഈ ഒരു രീതിയിലാണ് ഇതെന്ത് ചെയ്യുന്നത്? പോയിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ സ്മൂത്ത്, സെക്കൻഡ്, ആ ഒരു രീതിയിൽ. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ക്രമീകരണം. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. ഇപ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്തത് ദ മോസ്റ്റ് യൂസ്ഡ് ഗ്രേഡ് ഓഫ് ഫയൽ ആർ ബാസ്റ്റാർഡ് ഫയൽ, സെക്കൻഡ് കട്ട് ഫയൽ, സ്മൂത്ത് ആൻഡ് ഡെഡ് സ്മൂത്ത്. ഇത്രയാണ്. അവിടെ റഫ് ഉണ്ടാവുന്നില്ല, റഫ് ഫയൽ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ദീസ് ആർ ദ ഗ്രേഡ് ഓഫ് റെക്കമെൻഡ് ബൈ ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ആയിട്ടുള്ള ഫയൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ബാസ്റ്റാർഡ് ഫയൽ, അതുപോലെ സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്. റഫ് ഫയലിനെ മാത്രം അവിടെ നിന്ന് മാറ്റിയാൽ മതി. In different size of files, the same grade will have varying size of teeth. In longer file, the teeth will be coarser. അതായത് ഡിഫറൻറ്റ് സൈസുള്ള ഫയൽ നോക്കുകയാണെങ്കിൽ ഒരേ ഗ്രേഡ് ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് ടീത്തിൽ സൈസ് മാറുമ്പോൾ ടീത്തിലും വ്യത്യാസം വരും. ലോങ്ങർ ഫയൽ ആകുമ്പോഴത്തേക്കിനും ടീത്ത് കോഴ്സർ ആയിരിക്കും. ദ നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജ് ഇൻ റോസ് ഈച്ച് ഓഫ് ദ എബോവ് ഗ്രേഡ് ഓവർ ദ ലെങ്ത് 10 മില്ലിമീറ്റർ ഷോൺ ഫി ടേബിൾ 1. അതായത് 10 മില്ലിമീറ്റർ ലെങ്തിൽ ഓരോ വലിപ്പമുള്ള ലെങ്തിലും ഉള്ള ഇത്. അതായത് നമ്മുടെ ഒരേ ഗ്രേഡ് ആണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിനകത്തുള്ള ടീത്തിൻ്റെ കാര്യങ്ങളും മാറ്റം വരും. അതായത് ഉദാഹരണം 150 മില്ലിമീറ്റർ റഫ് ഫയലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ആ ഒരു ടീത്ത്, നമ്പർ ഓഫ് ടീത്ത് 10 മില്ലിമീറ്റർ ലെങ്തിൽ 8 ആണ്. എന്നാൽ 200 മില്ലിമീറ്റർ അതേ റഫിൽ തന്നെ 7 ആവും, ഇവിടെ 5 ആവും, ഇവിടെ 5 ആവും. സോ ഈ രീതിയിൽ ഇതിങ്ങനെ കാണാതെ പഠിക്കണം. സോ 10 മില്ലിമീറ്റർ ലെങ്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം കൂടി ഇവിടെ കണക്ട് ചെയ്തൊന്ന് പഠിച്ചിരുന്നാൽ നന്നായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ലെങ്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ 1 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25.4 മില്ലിമീറ്റർ ആണ്. അപ്പം ഇവിടെ ചിലപ്പോൾ 1 ഇഞ്ച് ലെങ്തിലുള്ള ബാസ്റ്റാർഡ് ഫയൽ 1 ഇഞ്ച് ലെങ്തിൽ എത്ര ടീത്ത് വരുമെന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, 10 മില്ലിമീറ്റർ ലെങ്തിൽ 13 വരുമെങ്കിൽ ഓക്കെ, 20 മില്ലിമീറ്റർ ലെങ്തിൽ എത്ര വരും? 26 വരും. ദെൻ 26ൻ്റെ കൂടെ പിന്നെയും എന്ത് ചെയ്യണം? നമ്മൾ ഒരു 13ൻ്റെ പകുതിയും കൂടെ എടുത്ത് പ്ലസ് ചെയ്യാം. അപ്പോൾ എത്ര വരും?
6.5 ദെൻ അപ്രോക്സിമേറ്റ്ലി ഒരു വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്. ദെൻ 32.5 ദെൻ 33 37 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ വരും. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിലെ ഓപ്ഷൻ പോലെ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള നോക്കണം. എക്സാമിൽ അങ്ങനെയുള്ള രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1 ഇഞ്ച് ലെങ്തിൽ വരുന്ന ടീത്തുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാണ്, 150 മില്ലിമീറ്റർ ലെങ്തുള്ള ഒരു ഫയലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ ഇത് വരുന്നത്, അവിടെ വരുന്ന റഫ് ഫയലിലെ 10 മില്ലിമീറ്റർ ലെങ്തിലുള്ള ഇതാണ്. ഓക്കെ, 10 മില്ലിമീറ്റർ ലെങ്തിൽ വരുന്ന ടീത്തുകളുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്സ് ഓഫ് ഫയൽ. സോ ടൈപ്പ് ഓഫ് ഫയലിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം ഗ്രേഡ് കഴിഞ്ഞു. ഇനി എന്താണ്, ഫയലിൻ്റെ മറ്റൊരു സ്പെസിഫിക്കേഷനാണ് എന്തെന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ കട്ട് ഓഫ് ഫയൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫയലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിഫറൻറ്റ് കട്ട് ഓഫ് ഫയൽ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ഓരോ ടൈപ്പ് കട്ട് ഫയലുകളുടെയും യൂസസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ദ ടീത്ത് ഓഫ് ആൾ ആർ ഫോംഡ് ബൈ കട്ട്സ് മേഡ് ഇറ്റ്സ് ഫേസ്. എല്ലാ ഫയലുകളുടെയും ടീത്ത് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക, ആ ഫയലിൻ്റെ ഈ ഒരു ഫേസ് എന്ന് പറയുന്ന ഭാഗത്താണ് ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഫയൽ ഹാവ് കട്ട്, വ്യത്യസ്ത ടൈപ്പുള്ള കട്ടുകൾ ഉണ്ടായിരിക്കും. ഫയൽസ് വിത്ത് ഡിഫറൻറ്റ് കട്ട്സ് ഹാവ് ഡിഫറൻറ്റ് യൂസസ്. വ്യത്യസ്ത കട്ടുള്ള ഫയലുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ടൈപ്പ് ഓഫ് കട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ടൈപ്പ് കട്ട്സ് ആണുള്ളത്. ഒന്നാമത്തേത് ഏത് കട്ടാണ്, ഒന്നാമത്തത് സിംഗിൾ കട്ട്, രണ്ടാമത്തത് ഡബിൾ കട്ട്, മൂന്നാമത്തത് റാസ്പ് കട്ടും, നാലാമത്തത് കർവ്ഡ് കട്ടുമാണ്. ഇങ്ങനെ 4 തരത്തിലുള്ള കട്ടുണ്ട്. എന്താണ് സിംഗിൾ കട്ട് ഫയൽ എന്ന് നോക്കേ, ഇതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സിംഗിൾ കട്ട് ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ കട്ട് ഫയൽ ഹാസ് റോ ഓഫ് ടീത്ത് കട്ട് ഇൻ 1 ഡയറക്ഷൻ അക്കോർഡ്സ് ഇസ് ഫേസ്. അതായത് ഇതിൻ്റെ ഫേസിന് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം എന്ത് ചെയ്തിരിക്കുന്നു, ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ കട്ട് ഫയൽ എന്ന് പറയുന്നത്. അതും കഴിഞ്ഞില്ല, പ്രധാനമായിട്ടും ഇതിനേക്കാൾ കൂടുതൽ ചോദിക്കുന്നത് ദ ടീത്ത് ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ടു ദ സെൻറ്റർ ലൈൻ. എൻ്റെ സെൻറ്റർ ലൈനിൽ നിന്നും അതിൻ്റെ ടീത്തിൻ്റെ ആംഗിൾ എത്രയാണ്, 60 ഡിഗ്രിയാണ് കേട്ടോ, അത് ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് ഇറ്റ് ക്യാൻ കട്ട് ചിപ്സ് വൈഡ് ആസ് എ കട്ട് ഓഫ് ദ ഫയൽ. ഇതാണ് കൂടുതൽ ചോദിക്കുന്നത്. ഫയൽസ് വിത്ത് ദിസ് കട്ട് ആർ യൂസ്ഡ് ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റീരിയൽ ലൈക്ക് ബ്രാസ്, അലുമിനിയം, ബ്രോൺസ് ആൻഡ് കോപ്പർ, ബ്രോൺസ്, അലുമിനിയം, ബ്രാസ് പോലെയുള്ള സോഫ്റ്റ് മെറ്റീരിയൽസിനെ ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫയലാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സിംഗിൾ കട്ട് ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണ്. ആംഗിൾ നോക്കി വെക്കണേ. സിംഗിൾ കട്ട് ഫയൽ ഡു നോട്ട് റിമൂവ് സ്റ്റോക്ക് ആസ് ഫാസ്റ്റ് ഡബിൾ കട്ട് ഫയൽ. ഡബിൾ കട്ട് ഫയലിൻ്റെ അത്രയും ഫാസ്റ്റിൽ ഇത് മെറ്റൽസിനെ റിമൂവ് ചെയ്യില്ല, പക്ഷേ എന്ത് ചെയ്യും, സർഫസ് ഫിനിഷ് കൂടുതൽ സ്മൂത്തായിട്ട് നൽകുന്നുണ്ടാവും. ഓക്കെ, ഇനി ഡബിൾ കട്ട് ഫയൽ. സിംഗിൾ കട്ട് ഫയൽ നമ്മൾ പറഞ്ഞപ്പോൾ ഡബിൾ കട്ട് ഫയൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും, 2 കട്ട് ഉണ്ടായിരിക്കും അല്ലേ. ഡബിൾ കട്ട് ഫയൽ ഹാസ് 2 റോ ഓഫ് ടീത്ത് കട്ട് ഡയഗണൽ ടു ഈച്ച് അതർ. അതായത് പരസ്പരം ഒന്നിന് മുകളിൽ ഒന്നായെന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, 2 റോ ഓഫ് ടീത്താണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് റോ ഓഫ് ടീത്തിനെ നമ്മളെന്താണ്, ഓവർ കട്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് റോ ഓഫ് ടീത്ത് കേട്ടോ, ഫസ്റ്റ് റോ ഓഫ് ടീത്ത്. ഇതിനെ ഓവർ കട്ട് എന്നാണ് പറയുന്നത്. ദെൻ ഓവർ കട്ടിൻ്റെ ആംഗിൾ 70 ഡിഗ്രിയാണ്. ദെൻ ഓവർ കട്ടിൻ്റെ മുകളിൽ നമ്മൾ അപ്പ് കട്ട്. ഓക്കെ, അപ്പ് കട്ട് എന്ന് പറയുമ്പോൾ മുകളിലാണെന്ന് ഓർക്കുക. അതിന് അപ്പ് കട്ടിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്, 51 ഡിഗ്രിയാണ്. ഇത് രണ്ടും ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് റോ ഓഫ് ടീത്ത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആംഗിളും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോ ഓഫ് ടീത്ത് ഏതാണ്, അതിൻ്റെ ആംഗിൾ എത്ര ആണെന്നും ചോദിക്കാം. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 51 ഡിഗ്രിയാണ്. ദിസ് റിമൂവ് സ്റ്റോക്ക് ഫാസ്റ്റ് ദാൻ ദ സിംഗിൾ കട്ട് ഫയൽ. സിംഗിൾ കട്ട് ഫയലിനേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, മെറ്റലിനെ റിമൂവ് ചെയ്യും. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, കട്ട് ഓഫ് ഫയലിൻ്റെ സ്പെസിഫിക്കേഷനിൽ ഡബിൾ കട്ട് വരും, പക്ഷേ സെക്കൻഡ് കട്ട് വരും. അതായത് ഓരോ ഓപ്ഷനകത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഏതാണ് ഇതിനകത്ത് ഗ്രേഡിൻ്റെ അടിസ്ഥാന സ്പെസിഫിക്കേഷൻ, ഡബിൾ കട്ടും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെക്കൻഡ് കട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഓർക്കുക, സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് കട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്പെസിഫിക്കേഷൻ അല്ല, അത് ഗ്രേഡാണ്. ഡബിൾ കട്ടിൻ്റെ അടിസ്ഥാനമുള്ള സ്പെസിഫിക്കേഷനാണ്. പലർക്കും കൺഫ്യൂസ് ആവുന്നതും തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു ചോദ്യത്തിൽ വിടുന്നതാണത്. പിന്നെ അടുത്ത ഫയലാണ് റാസ്പ് കട്ട് ഫയൽ എന്ന് പറയുന്നത്. റാസ്പ് കട്ട് ഫയലിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പ്രധാനമായിട്ടും കാർപ്പൻ്ററിയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ വുഡ് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട്. ദ റാസ്പ് കട്ട് ഫയൽ ഇൻഡിവിജ്വൽ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ഇൻ എ ലൈന്. അതായത് ഒരു ലൈനിൽ എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ ഷാർപ്പായിട്ടുള്ള പോയിൻറ്റഡ് ടീത്തുകൾ ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ്ലി ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ടീത്തുകളാണ് ഇതിനുണ്ടായിരിക്കുന്നത്. ദെൻ ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വുഡ്, തടിയും അതുപോലെ തന്നെ ലെതറും മറ്റ് സോഫ്റ്റ് മെറ്റീരിയൽസൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമാണ്. ഏത് ഷേപ്പിൽ മാത്രമാണ്? ഹാഫ് റൗണ്ട് ഷേപ്പിൽ മാത്രമാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഫയലാണ് കർവ്ഡ് കട്ട് ഫയൽ. കർവ്ഡ് കട്ട് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇത് തന്നെയാണ്, പക്ഷേ കൂടുതൽ എന്താണ് ഡീപ്പർ കട്ടിങ് ആക്ഷൻ ഉണ്ടായിരിക്കും. ദിസ് ഹാവ് ഡീപ്പർ കട്ടിങ് ആക്ഷന് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള അലുമിനിയം, ടിന്ന്, കോപ്പർ, പ്ലാസ്റ്റിക് എന്നിവ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ദ കർവ്ഡ് കട്ട് ഫയൽ അവൈലബിൾ ഫ്ലാറ്റ് ഷേപ്പ്. ഇത് കാണുമ്പോൾ നമുക്ക് കർവ്ഡ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ എന്താണ് കർവ്ഡ് കട്ട് ഫയൽസ് അവൈലബിൾ ഓൺലി ഇൻ എ ഫ്ലാറ്റ് ഷേപ്പ്. ഇത് രണ്ടും ചോദിക്കാം. റാസ്പ് കട്ട് ഹാഫ് റൗണ്ട് ഷേപ്പ് ഉള്ളി, അതുപോലെ തന്നെ അത് പിന്നെയും ചോദിക്കത്തില്ല, പക്ഷേ കർവ്ഡ് കട്ട് ഫയൽ ചോദിക്കും. കാരണം കർവ്ഡ് കട്ട് ഫയലിൻ്റെ ക്രോസ് സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഹാഫ് റൗണ്ട് എഴുതി വെക്കും, പക്ഷേ എന്താണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലാറ്റ് ഷേപ്പിൽ മാത്രമാണ്. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് ദ സെലക്ഷൻ ഓഫ് ഫയൽ വിത്ത് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കട്ട് ഈസ് ബേസ്ഡ് ടു മെറ്റീരിയൽ ടു ബി ഫയൽ. നമ്മൾ മെറ്റീരിയൽ ഫയൽ ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു പർട്ടിക്കുലർ ഫയൽ തിരഞ്ഞെടുക്കുന്നത്. സിംഗിൾ കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് മെറ്റീരിയൽസിനാണെന്നുണ്ടെങ്കിൽ ചില ഫയലുകൾ എക്സാമ്പിൾ ദോസ് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് സാവ്സ് ആൾസോ സിംഗിൾ കട്ട്. അപ്പം വുഡ് വർക്കിംഗ് സാവ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. വുഡ് വർക്കിംഗ് എന്ന് പറയുന്നൊരു സാവുണ്ട്, വുഡ് വർക്കിംഗ് സാവ്സ് എന്ന് പറയുന്നൊരു സാവുണ്ട്. സോ അതിനകത്ത് എന്താണ് സിംഗിൾ കട്ട് ടീത്ത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് സോഫ്റ്റ് മെറ്റീരിയൽസിന് അതും യൂസ് ചെയ്യുന്നുണ്ടാവും. ദെൻ അടുത്തത് ഫയൽ സ്പെസിഫിക്കേഷൻ ഗ്രേഡിലെ മൂന്നാമത്തതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇവിടെ ലെങ്ത് കഴിഞ്ഞു, ഗ്രേഡ് കഴിഞ്ഞു, അതുപോലെ തന്നെ കട്ടും കഴിഞ്ഞു. ഓക്കെ, ലെങ്ത് കഴിഞ്ഞു, ഗ്രേഡ് കഴിഞ്ഞു, കട്ടും കഴിഞ്ഞു. ഇനി ഷേപ്പാണ് അഥവാ ക്രോസ് സെക്ഷനാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ ടൈപ്പ് ഓഫ് ഫയൽ എന്ന് പറയുന്ന ഹെഡ്ലൈനോട് കൂടി കൊടുക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ഡിഫറൻറ്റ് ഷേപ്പ് ഓഫ് ദി ഫയൽ, അഥവാ വ്യത്യസ്ത ക്രോസ് സെക്ഷനുള്ള ഫയൽ. അതിനകത്ത് വരുന്നതാണ് യൂസസ് ഓഫ് ഫ്ലാറ്റ് ഫയൽ, ഹാൻഡ് ഫയൽ, സ്ക്വയർ ഫയൽ, റൗണ്ട് ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രയാങ്കുലർ ഫയൽ, അതുപോലെ തന്നെ നൈഫ് എഡ്ജ് ഫയൽ. സ്റ്റേറ്റ് ദ കറക്റ്റ് ഷേപ്പ് ഓഫ് ഫയൽസ് ഫോർ ഫയലിംഗ് ഡിഫറൻറ്റ് പ്രൊഫൈൽസ്. വ്യത്യസ്ത പ്രൊഫൈലുകൾ, വ്യത്യസ്ത രൂപത്തിലുള്ള ഫയലുകളെ വസ്തുക്കളെ ഫയലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പുള്ള ആ ഒരു ഫയലുകളെ തന്നെ തിരഞ്ഞെടുക്കണം. അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്കെന്നാൽ ഓരോന്നായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകാം. ഫോർ ഫയലിംഗ് ആൻഡ് ഫിനിഷിംഗ് ഡിഫറൻറ്റ് പ്രൊഫൈൽസ് ഫയൽസ് ഓഫ് ഡിഫറൻറ്റ് ഷേപ്സ് ആർ യൂസ്ഡ്. അപ്പം വ്യത്യസ്ത രൂപത്തിലൊക്കെയുള്ള വസ്തുക്കളിലേക്ക് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വ്യത്യസ്ത ഷേപ്പിലുള്ളതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രയാങ്കുലർ ഫയലല്ലേ. എന്നാൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയമണ്ട് പോയിൻ്റ് അല്ലെങ്കിൽ സ്ക്വയർ ഫയൽ വളരെ സ്യൂട്ടബിൾ ആണ്. എന്നാൽ ഇങ്ങനെ ഒരു ഹോളിനകത്താണ് നമ്മൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ഏതായിരിക്കും? അവിടെ സ്യൂട്ടബിൾ റൗണ്ട് ഫയലായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പിലുള്ള ഫയലുകൾ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗത്തിന് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നു. ഇനി കോമൺ ഫയൽസ് ഡിഫറൻറ്റ് ഷേപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലാറ്റ് ഫയൽ, പെൻ ഹാൻഡ് ഫയൽ, സ്ക്വയർ ഫയൽ, റൗണ്ട് ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രയാങ്കുലർ ഫയൽ, നൈഫ് എഡ്ജ് ഫയൽ. സോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഫയലുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഒന്ന് അവയുടെ ക്രോസ് സെക്ഷണൽ ഷേപ്പ് എന്താണ് എന്നുള്ളത്, അവയുടെ ടീത്ത് എവിടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഷേപ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദെൻ അതിൻ്റെ യൂസും ഒക്കെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ഫ്ലാറ്റ് ഫയൽ നോക്കുന്ന സമയത്ത് ദീസ് ഫയൽസ് ആർ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ്. കഴിഞ്ഞോ? ഇല്ല. ദ എഡ്ജസ് അലോങ് ദ വിഡ്ത്ത് ഓഫ് ദീസ് ഫയൽസ് ആർ പാരലൽ up to 2/3 of one length and then they are tapered toward the point. ഓക്കെ, ഇങ്ങനെയുള്ളതൊക്കെ ചോദിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ എഡ്ജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോങ് വിഡ്ത്ത് ഓഫ് ദീസ് ഫയൽസ് ആർ പാരലൽ up to 1/3 of the length and then tapered to point. മറ്റൊന്നുമല്ല ഇവിടെ പറയുന്നത്, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ വരെ 2 ഭാഗവും എന്താണ് പാരലായിട്ട് പോയിരിക്കുകയാണ്, സമാന്തരമായിട്ട് പോയിരിക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഒരു ഭാഗം 3 ഭാഗത്തിൽ ഇവിടെ 2 ഭാഗം, ടോട്ടൽ 3 ഭാഗത്തിൽ 2 ഭാഗം പാരലായിട്ട് പോയിട്ട് ദെൻ ഈ ഒരു ഭാഗം എന്ത് ചെയ്തിരിക്കുന്നു? ചെറുതായിട്ട് ടാപ്പറിങ് ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിൻ്റ് എന്താണ്?
The faces are double cut and the edges single cut. These files are used for general purpose work. They are useful for filing and finishing external internal surfaces. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും ജനറൽ പർപ്പസ് വർക്കുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള അകത്തുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുള്ളതുമായിട്ടുള്ള സർഫസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫേസസ് എന്താണ്? ഡബിൾ കട്ടാണ് പോയിരിക്കുന്നത്. എഡ്ജസിൽ പോയിട്ടുള്ളത് ഏതാണ്? സിംഗിൾ കട്ട് ആണ് പോയിട്ടുള്ളത്. അപ്പോൾ അത്രയും നമുക്ക് അതിൽ നിന്ന് നോക്കിയാൽ മതി. ഇനി അടുത്തത് ഹാൻഡ് ഫയലാണ്. ഹാൻഡ് ഫയലും ഫ്ലാറ്റ് ഫയലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. ദീസ് ഫയൽസ് ആർ സിമിലാർ ടു ദ ഫ്ലാറ്റ് ഫയൽ ടു ദെയർ ക്രോസ് സെക്ഷൻ. അതായത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നെയാണ് ഹാൻഡ് ഫയലും ഫ്ലാറ്റ് ഫയലിനും ഉള്ളത്. പക്ഷേ വ്യത്യാസം ദ എഡ്ജസ് അലോങ് ദ വിഡ്ത്ത് ഓഫ് ദ പാരൽ ത്രൂ ഔട്ട് ദ ലെങ്ത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതായത് ഒരു ഫയൽ, അതായത് അതിൻ്റെ ലെങ്തിലുടനീളം, നീളത്തിലുടനീളം ആ ഫയലിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യുന്നു? പാരലായിട്ട് പോയിട്ടുള്ളത് ഏത് ഫയലിലാണ്? സോ ഇവിടെ നോക്കി മറ്റൊന്നുമല്ല, ഇവിടുന്ന് ഇതിൻ്റെ ലെങ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഹീൻ്റെ ഭാഗത്തുനിന്ന് ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ടിപ്പ് ഓർ പോയിൻ്റ് വരെയുള്ള ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇത് പാരലായിട്ടാണ് പോകുന്നത്. ത്രൂ ഔട്ട് ദ ലെങ്ത് എന്താണ്? പാരലാണ്, ടാപ്പറിങ് ഒന്നുമില്ല. അതേസമയം മറ്റേ ഫയലാണെന്നുണ്ടെങ്കിൽ എന്ത് പോകുമായിരുന്നു? ഇങ്ങനെ ഇവിടെ വരെ 2 ഭാഗം എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ 2 ഭാഗത്തോളം എന്ത് ചെയ്യുന്നു? പാരലായിട്ട് വന്നിട്ട് ദെൻ അത് എന്ത് ചെയ്തിരിക്കുന്നു? ടാപ്പേഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? അങ്ങനെയല്ല. അതിൻ്റെ ഫുൾ ലെങ്തും പാരലായിട്ടാണ് പോയിരിക്കുന്നത്. എവിടെ? ഹാൻഡ് ഫയലിൻ്റെ കേസസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ സേഫ് എഡ്ജ് ഫയലിൻ്റെ കേസസിൽ വരുമ്പോൾ. എന്തുകൊണ്ടാണ് ഇതിനെ സേഫ് എഡ്ജ് ഫയൽ എന്ന് പറയാൻ കാരണം? ഇവിടെ ഒരു ഭാഗത്ത്, ഒരു സൈഡിൽ എന്ത് ചെയ്യും? ടീത്തുകൾ ഉണ്ടായിരിക്കും. ദെൻ അപ്പുറത്തെ സൈഡ് എന്ത് ചെയ്തില്ല? ടീത്തുകൾ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്വയർ പീസാണെന്ന് വിചാരിക്കാം. നമ്മൾ ഇവിടെ ഓൾറെഡി സ്മൂത്ത് ചെയ്തതും ഇവിടെ ഫയൽ ചെയ്യേണ്ടതുമായിട്ടുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഫയൽ ചെയ്യും. ഇത് വെച്ച് ഫയൽ ചെയ്യുമ്പോൾ ഇവിടെ ടീത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഫയലിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഡാമേജ് വരത്തില്ല. ഓക്കെ, അതിലേക്ക് വരാം. അപ്പം ഇതെന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ സമാനമാണ്. എന്തിന് സമാനമാണ്? നമ്മുടെ ഫ്ലാറ്റ് ഫയലിന് സമാനമാണ്. ദ എഡ്ജസ് അലോങ് ദ വിഡ്ത്ത് ആർ പാരൽ ത്രൂ ഔട്ട് ദ ലെങ്ത്. അതിൻ്റെ ലെങ്തിലുടനീളം അത് സമാന്തരമായി പോയിരിക്കുന്നു. ഫേസിൽ ഡബിൾ കട്ടും അതുപോലെ തന്നെ എഡ്ജിൽ സിംഗിൾ കട്ടും അതുപോലെ തന്നെ ഒരു എഡ്ജിൽ സേഫ് എഡ്ജുമാണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഓഫ് ദ സേഫ് എഡ്ജ്, ഇതും ചോദിക്കും. സേഫ് എഡ്ജ് ഫയലിൻ്റെ പ്രത്യേകതയാണ് ദേ ആർ യൂസ്ഫുൾ ഫോർ ഫയലിംഗ് സർഫസ് വിച്ച് ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു സർഫസ് ഓൾറെഡി ഫിനിഷ്ഡ്. റൈറ്റ് ആംഗിൾ ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് പീസസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ഒന്നുകൂടെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊരു വർക്ക് പീസാണ്. ഇതിൻ്റെ റൈറ്റ് ആംഗിൾ, അതായത് ഈ ഭാഗം ഓൾറെഡി എന്താണ്? ഫിനിഷ്ഡ് ആണെന്ന് കരുതുക. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? എക്സസ് ആയിട്ടുള്ള മെറ്റൽസിനെ റിമൂവ് ചെയ്യേണ്ട ഭാഗമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫയൽ വെക്കുന്നു. അപ്പം ഇവിടെ എന്താണ്? ടീത്ത് ഒന്നുമില്ല. ഈ ഒരു ഭാഗത്ത് എന്തില്ല? ടീത്തില്ല. ടീത്ത് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇത് കൊള്ളുമ്പം ഇവിടെ എന്ത് ചെയ്യില്ല? ഫയലാവില്ല, ഡാമേജ് ആവത്തില്ല. ഈ സൈഡ് ഡാമേജ് അല്ല, പ്രൊട്ടക്ഷൻ ഉണ്ടാവും. സോ അങ്ങനെയുള്ള റൈറ്റ് ആംഗിൾ ഓൾറെഡി ഫിനിഷ്ഡ് ആയിട്ടുള്ള വർക്ക് പീസസിലൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി ഈ ഒരു സേഫ് എഡ്ജ് ഫയൽ വളരെയധികം യൂസ്ഫുൾ ആണ്. ചോദിക്കാം. ഇനി ഫ്ലാറ്റ് ഫയൽസ് ജനറൽ പർപ്പസ് ഫയലുകളാണ്. അതുപോലെ തന്നെ എല്ലാ ഗ്രേഡിലും ഉണ്ടായിരിക്കും. ഹാൻഡ് ഫയൽ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾസ് ഫിനിഷ്ഡ് സർഫസുകളിലായിരിക്കും. ഓക്കെ, ദെൻ സ്ക്വയർ ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫയലിൻ്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ക്രോസ് സെക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ഹോൾസ്, ഇന്റേണൽ സ്ക്വയർ കോർണേഴ്സ്, റെക്റ്റാങ്കിൾ ഓപ്പണിംഗ്, കീവേഡ്സ്, സ്പ്ലൈൻസ് എന്നിവിടങ്ങളിലാണ് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, റെക്റ്റാങ്കിൾ ഓപ്പണിങ്ങുകളിലും ഇങ്ങനെയുള്ള സ്ക്വയർ ഹോൾസുകളിലും ഒക്കെ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നുണ്ടാവും സ്ക്വയർ ഫയൽ. ദെൻ റൗണ്ട് ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ റൗണ്ട് ഫയൽ സർക്കുലർ ആണ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ക്രോസ് സെക്ഷന്. ദെൻ അതിൻ്റെ ക്രോസ് സെക്ഷനും സർക്കുലർ ക്രോസ് സെക്ഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് എൻലാർജിങ് ദ സർക്കുലർ ഹോൾസ് ആൻഡ് ഫയലിംഗ് പ്രൊഫൈൽസ് വിത്ത് ഫില്ലറ്റ്. അപ്പോൾ ഇതെന്തിനാണ്? സർക്കുലർ ഹോൾസിങ് എൻലാർജ് ചെയ്യാനും ഫയലിംഗ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഹാഫ് റൗണ്ട് ഫോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചന്ദ്രക്കര പോലെയൊക്കെയാണ് ഉണ്ടാവുക. അതായത് ഒരു സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിളിൻ്റെ പകുതിയായിരിക്കും. ഹാഫ് റൗണ്ട് ഫയലിൻ്റെ ഷേപ്പ് ഓഫ് സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ ഒരു സർക്കിളിൻ്റെ പകുതിയായിട്ടായിരിക്കും അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫയലിംഗ് ഇൻറ്റേർണൽ കർവ്ഡ് സർഫസ്. ഇൻറ്റേർണൽ ആയിട്ടുള്ള കർവ്ഡ് സർഫസസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ നൈഫ് എഡ്ജ് ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, നൈഫ് എഡ്ജ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണാൻ പറ്റും നൈഫ് എഡ്ജ്. നൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തിയാണ്. സോ കത്തിയുടെ അത്രയും മൂർച്ചയുള്ള ഈ ഒരു ഫയലാണ് നൈഫ് എഡ്ജ് ഫയൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടി അതിൻ്റെ യൂസ് കാണിച്ചു തരാം. ഇവിടെ എന്ത് ചെയ്തു? നൈഫ് എഡ്ജ് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഒരു കൂർത്ത ആ ഒരു ഈ ഒരു
ഭാഗത്ത് ഇവിടെയൊക്കെ കയറ്റി ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് 10 ഡിഗ്രിയിൽ താഴെയുള്ള ഹോളുകൾ. നൈഫ് എഡ്ജ് ഫയൽ യൂസ് ചെയ്യുന്നത് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഷാർപ്പ് ട്രയാങ്കിളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫയലിംഗ് നാരോ ഗ്രൂസ് ആൻഡ് ആംഗിൾസ് എബോവ് 10 ഡിഗ്രി. അപ്പോൾ നാരോ ഗ്രൂസും അതുപോലെ തന്നെ 10 ഡിഗ്രിയിൽ മുകളിലുള്ള ആംഗിൾസുമാണ് ഫയൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 10 ഡിഗ്രിയുടെ മുകളിൽ ഉള്ള ഇറ്റ് ഈസ് യൂസ്ഡ് ഫയൽ നാരോ ഗ്രൂസ് ആൻഡ് ആംഗിൾസ് എബോവ് 10 ഡിഗ്രി. എബോവ് 10 ഡിഗ്രി എന്ന് പറയുമ്പോൾ എവിടെ വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കുലർ ഫയൽ മോർ ദാൻ 60 ഡിഗ്രിയാണ് ഫയൽ ചെയ്യുന്നത്. സോ അതായത് 10 ഡിഗ്രി മുതൽ അതിനും 60-ന് മുമ്പ് വരെയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ ദ എബോവ് ഫയൽസ് ഹാവ് 1/3 ദെയർ ലെങ്ത് ഈസ് ടാപ്പേഡ്. അതിൻ്റെ ഈ ഫയലിൻ്റെയൊക്കെ 1/3 ഭാഗം ടാപ്പേഡ് ആണ്. ദേ ആർ അവൈലബിൾ ബോത്ത് സിംഗിൾ കട്ട് ഫയലായിട്ടും ഡബിൾ കട്ട് ഫയലായിട്ടും അവൈലബിൾ ആണ്. അടുത്ത ട്രയാങ്കുലർ ഫയൽ ഇതാണ്, ഈ ചിത്രത്തിൽ കാണുന്നതാണ്. ട്രയാങ്കുലർ ഫയലിൻ്റെ ക്രോസ് സെക്ഷൻ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ തന്നെയാണ്. ദെൻ യൂസ് ചെയ്യുന്നത് ഫയലിംഗ് കോർണേഴ്സ് ആൻഡ് ആംഗിൾസ് വിച്ച് ആർ മോർ ദാൻ 60 ഡിഗ്രി, 60 ഡിഗ്രിയിൽ മുകളിലുള്ള ഫയലിംഗ്. അപ്പോൾ 85 ഡിഗ്രി ഫയലിംഗ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. മോർ ദാൻ 60 ഡിഗ്രി അല്ലേ, പിന്നെ ചോദിക്കാം 50 ഡിഗ്രിയിൽ ഫയലിംഗ് ചെയ്യാൻ ഏത് ഉപയോഗിക്കാം? ട്രയാങ്കുലർ ആണോ നൈഫ് എഡ്ജ് ഫയലാണോ? നൈഫ് എഡ്ജ് ഫയലാണ്, കാരണം എബോവ് 10 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തത് സ്ക്വയർ, റൗണ്ട്, ഹാഫ് റൗണ്ട്, ട്രയാങ്കുലർ ആർ അവൈലബിൾ. അതിൻ്റെ ലെങ്ത് 100, 150, 200, 250, 300, 400 എന്നിങ്ങനെയുള്ള ലെങ്തിൽ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഫയലുകളെന്ന് പറയുന്നത് ബാസ്റ്റാർഡ്, സെക്കൻഡ് കട്ട് എന്നിങ്ങനെ സ്മൂത്ത് ഗ്രേഡുകളിൽ അവൈലബിൾ ആണ്. ബാസ്റ്റാർഡ് ഫയൽ ഹെവി റിഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓർമ്മയുണ്ടല്ലോ, സെക്കൻഡ് കട്ട് ഫയൽ ചെറുതായിട്ട് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ജോബിനെ ഫിനിഷിംഗ് സൈസിനോട് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സ്മൂത്ത് ഫയൽ എന്തിനു വേണ്ടിയിട്ടാണ്? ചെറിയ രീതിയിൽ മെറ്റലിനെ റിമൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ഫിനിഷിങ് സാധ്യമാവുകയും ചെയ്യുന്ന ഫയലാണ്. ഓക്കെ, ഇതൊക്കെ പടപടയെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം കേട്ടോ. പഠിക്കുന്ന സമയത്ത് അത്രയും ക്ലിയർ ആയിട്ട് പഠിക്കുക. ദെൻ നീഡിൽ ഫയലാണ്. നീഡിൽ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്മാൾ ഇൻട്രിക്കേറ്റ് വർക്ക് പീസസിനെയൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ വളരെ ചെറിയ ഭാഗത്തേക്കൊക്കെയാണ് നീഡിൽ ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്രയും ചെറുതാണ്. ചില ഭാഗത്തൊക്കെ നമ്മുടെ ഫയലുകൾ വളരെ ചെറുതായിട്ടുള്ള ഭാഗത്തൊന്നും കയറുന്നുണ്ടാവില്ല, അവിടെ യൂസ് ചെയ്യാനാണ് ഈ ഫയലുകൾ ഉപയോഗിക്കുന്നത്. ഓൾറെഡി എല്ലാ ഷേപ്പിലും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഷേപ്പുകളിലും ഇതും ഉണ്ടായിരിക്കും, പക്ഷേ വളരെ ചെറുതാണെന്ന് മാത്രം. നീഡിൽ ഫയൽസ് എന്ന് പറയുന്നത് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ളത് അസോർട്ടഡ് ഷേപ്സുകളാണ്. വ്യത്യസ്ത ഷേപ്പിലുണ്ടായിരിക്കും. ഈ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ഡെലിക്കേറ്റ് അതുപോലെ ലൈറ്റ് കൈൻഡ് ഓഫ് വർക്കുകളിലാണ്. ലൈറ്റ് കൈൻഡ് ഓഫ് വർക്കുകളാണ്, ചെറുതായിട്ടുള്ള വളരെ സ്മാൾ സ്പേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് അവൈലബിൾ ഉള്ള ബാസ്റ്റാർഡ് സ്മൂത്ത് ഗ്രേഡിലാണ്. അതായത് നല്ല രീതിയിൽ മെറ്റൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്മൂത്ത് ആക്കാനും അവൈലബിൾ ആയിട്ടുള്ള 2 ഗ്രേഡുകൾ ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ബാസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഒരു ഭാഗത്ത് അത് പറയുന്നുണ്ട്. അതായത് ബാസ്റ്റാർഡിനകത്ത് കട്ട് 0യും സ്മൂത്തിനാണെങ്കിൽ കട്ട് 2 ആയിരിക്കും അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 2 ഗ്രേഡിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇനി അടുത്തത് കോമൺ ആയിട്ടുള്ള ഇതിൻ്റെ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഷേപ്പുകളും പറയുന്നുണ്ട്. അതായത് ഫ്ലാറ്റ് എഡ്ജ്, റൗണ്ട് എഡ്ജ്, ഫ്ലാറ്റ് ടേപ്പർ, ഹാഫ് റൗണ്ട്, ട്രയാങ്കുലർ, സ്ക്വയർ, റൗണ്ട്, നൈഫ്, ഫെദർ എഡ്ജ്, ക്രോസിംഗ്, ബാരറ്റ്, അങ്ങനെ എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ക്രോസ് സെക്ഷൻസാണ് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫയൽസും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ലെങ്ത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ദീസ് ഫയൽസ് അവൈലബിൾ നോമിനൽ ലെങ്ത് ഓഫ് 120 to 180 മില്ലിമീറ്റർ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേഡ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കട്ട് നമ്പറാണ്. ബാസ്റ്റാർഡിൽ 0യും സ്മൂത്തിൽ കട്ട് 2 ആണ്. ദെൻ നീഡിൽ ഫയലിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് നീഡിൽ ഫയലിന് അവയുടെ ഗ്രേഡ് ഓഫ് കട്ട് ബാസ്റ്റാർഡ് ആണോ സ്മൂത്ത് ആണോ, നോമിനൽ ലെങ്ത് 120 മുതൽ 180 വരെ ഏതാണ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമ്പർ എന്ന് പറയുന്നത് 160 IS 3152 എന്നുള്ളതാണ്. റീസെൻ്റ്ലി ഉള്ള എക്സാമുകളെ കണക്കിലെടുത്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് അത് പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, ഫ്ലാറ്റ് എഡ്ജ് നീഡിൽ വിത്ത്, അതായത് ഇതിനെ എക്സാമ്പിളായിട്ട് ഇതിനെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുകയാണ്. ഒരു ഫ്ലാറ്റ് എഡ്ജുള്ള നീഡിൽ ഫയൽ ഗ്രേഡ് ബാസ്റ്റാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോമിനൽ ലെങ്ത് 160 ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിനെ പറയുന്നത് ഫ്ലാറ്റ് എഡ്ജ് നീഡിൽ ഫയൽ ബാസ്റ്റാർഡ് 160 ഈ ഒരു രീതിയിലായിരിക്കും അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിൻ്റെ പാർട്സുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതെന്ന് പറയുന്നത്. ടിപ്പ് ഓർ പോയിൻ്റ് ആണ്. ഈ ഒരു ഭാഗം ഫേസ് അല്ലെങ്കിൽ സൈഡാണ്. ദെൻ ഇത്രയും ഭാഗത്തെ ഫയൽ ലെങ്ത് എന്നും ഇതിനെ ടാങ്ക് ലെങ്ത് എന്തുമാണ് പറയുന്നത്, ഇതിനെയാണ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ സൈഡിലുള്ള എഡ്ജ് ഇവിടെ
കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. ഇനി അടുത്തത് സ്പെഷ്യൽ ഫയൽസ് ആണ്. അതായത് ചില പ്രത്യേക ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫയലുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അഡിഷൻ ടു ദ കോമൺ ടൈപ്പ് ഓഫ് ഫയൽസ് ആർ ആൾസോ അവൈലബിൾ ഇൻ വെറൈറ്റി ഷേപ്പ് ഫോർ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ. അതായത് ചില പ്രത്യേക സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മറ്റ് ചില അഡിഷനായിട്ട് കുറച്ചധികം ഫയലുകളെ കൂടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫയലുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റഫ്ലർ ഫയൽ. ഓക്കെ, റഫ്ലർ ഫയൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മിൽസാവ് ഫയൽ ഉണ്ടായിരിക്കും, ക്രോസിംഗ് ഫയൽ, ബാരറ്റ് ഫയൽ, ദെൻ അതുപോലെ തന്നെ എന്താണ് ടിങ്കേഴ്സ് ഫയൽ, റോട്ടറി ഫയൽ എന്നിവയൊക്കെയാണ് കുറച്ച് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, റഫ്ലർ ഫയൽ എന്താണ്? ദീസ് ഫയൽ ആർ യൂസ്ഡ് ഫോർ ഡൈസിംഗിങ്, എൻഗ്രേവിംഗ് ആൻഡ് സിൽവർ സ്മിത്ത് വർക്ക്. ഡൈസിംഗിങ്, എൻഗ്രേവിംഗ്, സിൽവർ സ്മിത്ത് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രോസസ്സൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അതിൻ്റെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ദി ആർ മെയ്ഡ് ഇൻ ഡിഫറൻറ്റ് ഷേപ്പ് ആൻഡ് സൈസ് ആൻഡ് ആർ മെയ്ഡ് വിത്ത് സ്റ്റാൻഡേർഡ് കട്ട് ഓഫ് ടീത്ത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വ്യത്യസ്ത ഷേപ്പുകളെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രയാങ്കുലറും അതുപോലെ തന്നെ ഹാഫ് റൗണ്ടും അതുപോലെ തന്നെ റെക്റ്റാങ്കുലറുമായിട്ടുള്ള ഷേപ്പുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫ് ടീത്തും ഇതിനുണ്ടായിരിക്കും. ഓക്കെ, ഡബിൾ കട്ടും സിംഗിൾ കട്ടും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ കാര്യം വരുന്നത്. അതിൻ്റെ യൂസസും അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡൈസിംഗ്, എൻഗ്രേവിംഗ് ആൻഡ് സിൽവർ സ്മിത്ത് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് മിൽസാവ് ഫയലാണ്. മിൽസാവ് ഫയൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സിംഗിൾ കട്ട് ഫയലിൻ്റെ കേസസിൽ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ കട്ട് ടീത്താണ് ഇതിനകത്തുള്ളത്. ഇത് യൂസ് ചെയ്യുന്നത് വുഡ് വർക്കിംഗ് സാവ്സ് ടീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പേരുമായിട്ട് കണക്ട് ചെയ്യാൻ. മിൽസാവ് ആർ യൂഷ്വലി ഫ്ലാറ്റ് ആൻഡ് ഹാവ് സ്ക്വയർ ഓർ റൗണ്ടഡ് എഡ്ജ്. അതായത് സാധാരണയായിട്ട് ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എഡ്ജ് എന്താണ്, സ്ക്വയറോ റൗണ്ടഡോ ഇട്ടുള്ള എഡ്ജസ് ആണ് ചോദിക്കുന്നത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. കുറച്ചൊക്കെ എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദീസ് ആർ യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് ടീത്ത് ഓഫ് വുഡ് വർക്കിംഗ് സാവ്സ്. ദർ അവൈലബിൾ സിംഗിൾ കട്ട്. അപ്പോൾ വുഡ് വർക്കിംഗ് സാവ്സിൻ്റെ ടീത്ത് നമുക്ക് ഷാർപ്പനിങ് ചെയ്യാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു മിൽസാവ് ഫയലാണ് യൂസ് ചെയ്യുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ കട്ടിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്ത് നിന്ന് നോക്കാനുള്ളത്. ഇനി ക്രോസിംഗ് ഫയലാണ്. ക്രോസിംഗ് ഫയൽസ് ആൾസോ നോൺ ആസ് ഫിഷ് ബാക്ക് ഫയൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ദിസ് ഫയൽസ് ഇൻ ദ പ്ലേസ് ഓഫ് ഹാഫ് റൗണ്ട് ഫയൽ. ഹാഫ് റൗണ്ട് ഫയലിൻ്റെ ആ ഒരു പ്ലേസിൽ ഇതിനെ എന്ത് ചെയ്യാൻ, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഈച്ച് സൈഡ് ഓഫ് ദ ഫയൽ ഡിഫറൻറ്റ് കർവ്സ്. ഓരോ സൈഡിലും വ്യത്യസ്ത കർവ്സ് ആയിരിക്കും ഈ ഒരു ഫയലിനുണ്ടാവുന്നത്. ദെൻ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫിഷ് ബാക്ക് ഫയൽ. അതാണ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത്. ഫിഷ് ബാക്ക് ഫയൽ എന്നാണ് ക്രോസിംഗ് ഫയലിനെ അറിയപ്പെടുന്നത്. ദെൻ ബാരറ്റ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ എന്താണ്, ഇത് ഫ്ലാറ്റ് ഫയലാണ്. ദെൻ ഇതിൻ്റെ ഫേസിൽ ടീത്ത് വൈഡ് ഫേസിൽ മാത്രമായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫിനിഷിംഗ് ഷാർപ്പ് കോർണേഴ്സ്. ഷാർപ്പായിട്ടുള്ള കോർണറുകൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എക്സാമിന് പലപ്പോഴും ഇതിൻ്റെ യൂസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ട്രയാങ്കുലർ ഫേസ് വിത്ത് ടീത്ത് ഓൺ ദ വൈഡ് ഫേസ് ഉള്ളി, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, മറ്റൊരു ഫയലാണ് എന്തെന്ന് പറയുന്നത് ടിങ്കേഴ്സ് ഫയൽ എന്ന് പറയുന്നത്. ടിങ്കേഴ്സ് ഫയൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈലിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഫയൽ ഹാസ് റെക്റ്റാങ്കുലർ ഷേപ്പ്. റെക്റ്റാങ്കുലർ ആണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ദെൻ ടീത്ത് ബോട്ടം താഴത്തെ ഫേസിൽ മാത്രമാണുള്ളത്. ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യും ടോപ്പ് ഭാഗത്ത്. യൂസ് ചെയ്യുന്നത് ടിങ്കറിങ്ങിന് ശേഷം ഓട്ടോമൊബൈൽ ബോഡീസുകൾ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും ചോദിക്കാറുള്ളതാണ്. സോ ഇതിൻ്റെ ടോപ്പ് പോലെ ഒരു ഹാൻഡിലുണ്ടാകും, ഇതിൻ്റെ ബോട്ടം ഭാഗത്തായിരിക്കും ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഇതേപോലെ. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടറി ഫയലാണ്. റോട്ടറി ഫയൽ എന്ന് പറയുന്നത് ഇതാണ് റോട്ടറി ഫയലിൻ്റെ ആ ഒരു ഇത് കണ്ടോളുക. റോട്ടറി ഫയൽ എന്ന് പറയുന്നത് ദീസ് ഫയൽസ് ആർ അവൈലബിൾ വിത്ത് എ റൗണ്ട് ഷാങ്ക്. ഒരു റൗണ്ട് ഷാങ്കോട് കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദേ ആർ ഡ്രിവൺ ബൈ എ സ്പെഷ്യൽ മെഷീൻ വിത്ത് പോർട്ടബിൾ മോട്ടോർ ആൻഡ് ഫ്ലെക്സിബിൾ ഷാഫ്റ്റ്. ഒരു സ്പെഷ്യൽ മെഷീൻ, പോർട്ടബിൾ മോട്ടോർ ആൻഡ് ഫ്ലെക്സിബിൾ ഷാഫ്റ്റുകളുടെ സ്പെഷ്യൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവുക. ദീസ് ആർ യൂസ്ഡ് ഡൈസിംഗിങ് ആൻഡ് മൗൾഡ് മേക്കിംഗ് വർക്ക്. ഇതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. യൂസ് ചെയ്യുന്നത് ഡൈസിംഗിങ്, മൗൾഡ് മേക്കിംഗ് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ്. സോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് മെഷീൻ ഫയൽസ് ആൻഡ് ഫയൽസ് ഫോർ ഹാൻഡ് ഫയൽ. മെഷീനായിട്ട് നോക്കുകയാണെങ്കിൽ മെഷീൻ ഫയൽസ് ആർ ഡബിൾ കട്ടാണ്. ഹാവിങ് ഹോൾസ് ഓർ പ്രൊജക്ഷൻസ് ഫിക്സ് ടു ദ ഹോൾഡർ ഓഫ് ദ ഫയലിംഗ് മെഷീൻ. ഫയലിംഗ് മെഷീനിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന് എന്താണ് ഹോൾസ്, ഹാവിങ് ഹോൾസ് ഓർ പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും ടു ഫിക്സ് ടു ദ ഹോൾഡർ ഓഫ് ഫയലിംഗ് മെഷീൻസ്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ആൻഡ് ഷേപ്പ് വിൽ വേരി അക്കോർഡിംഗ് മെഷീൻ കപ്പാസിറ്റി. മെഷീൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ലെങ്തിലും ഷേപ്പിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. ദീസ് ഫയൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ഫയലിംഗ് ദ ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ്. ഇന്നർ ഔട്ടർ പുറത്തെ അകത്തെയും സർഫസുകൾ ഫയലിംഗ് അല്ലെങ്കിൽ ഫിനിഷിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്യൂട്ടബിൾ ആണ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഐഡിയൽ ഫോർ ഡൈസിംഗ് ആൻഡ് അതർ ടൂൾ റൂം വർക്ക്. അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും ആയപ്പോൾ ഫയലുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി പിന്നിങ് ഓഫ് ഫയലാണ്, വളരെ ചെറിയ ടോപ്പിക്കാണ് പിന്നിങ് ഓഫ് ഫയൽ, അതായത് ക്ലീനിങ് ദ ഫയൽ എന്നുള്ള ഒരു ടോപ്പിക്കേ ഉള്ളൂ. സോ നമ്മൾ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് ഫയലിംഗ് സംടൈംസ് ദ മെറ്റൽ ചിപ്സ് അഥവാ ഫയലിങ്സ് എന്ത് ചെയ്യുന്നു, ഒരു ക്ലോക്ക് ബിറ്റ്വീൻ ദ ടീത്ത് ഓഫ് ഫയൽ, ദിസ് ഇസ് നോൺ ആസ് സ്പിന്നിങ് ഓഫ് ദ ഫയൽ. നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ടീത്തുകൾക്കിടയിലായിട്ട് മെറ്റലിൻ്റെ പാർട്ടിക്കിൾസുകൾ ക്ലോഗ് ആയിരിക്കും, അടിഞ്ഞുകൂടിയിരിക്കും. ഇതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, പിന്നിങ് എന്ന് പറയുന്നത്. ഫയൽസ് വിച്ച് ആർ പിന്നഡ് വിൽ പ്രൊഡ്യൂസ് സ്ക്രാച്ചസ് ഓൺ ദ സർഫസ് ബീങ് ഫയൽഡ് ആൾസോ വിൽ നോട്ട് ബൈറ്റ് വെൽ. അപ്പോൾ ഇങ്ങനെ മെറ്റീരിയൽ പീസസ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി ഇരുന്നിട്ട് പിന്നെയും നമ്മൾ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ സർഫസ് സ്ക്രാച്ച് ആക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പിന്നീട് ഫയലിംഗ് ആവുന്നുണ്ടാവില്ല, കട്ടാകുന്നുണ്ടാവില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ പിന്നിങ് ഓഫ് ഫയൽസ് റിമൂവ്ഡ് ബൈ യൂസിങ് ഫയൽ ബ്രഷ് ആൾസോ കാർഡ് ഫയൽ കാർഡ്. നമ്മൾ ഫയൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫയൽ കാർഡ് എന്നറിയപ്പെടുന്നത് ഉപയോഗിച്ചുകൊണ്ട് ഇത് വൃത്തിയാക്കും. വിത്ത് ഈതർ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ഫോർവേഡ് സ്ട്രോക്കിൽ നമുക്ക് ബാക്ക്വേഡ് സ്ട്രോക്കിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിനെ മൂവ് ചെയ്ത് അത് ഇതാണ് ഫയൽ ബ്രഷ്, ഇതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്, അങ്ങനെ മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യും. സോ പ്രധാനമായിട്ടും ഫയലിംഗ് വിച്ച് ഡു നോട്ട് കം ഔട്ട് ഈസിലി ബൈ ദ ഫയൽ കാർഡ് ഷുഡ് ബി ടേക്കൺ ഔട്ട് വിത്ത് ബ്രാസ് ഓർ കോപ്പർ സ്ട്രിപ്പ്. നമ്മൾ ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതായത് ഫയലിംഗ് വിച്ച് ഡു നോട്ട് കം ഔട്ട് ഈസിലി ബൈ ദ ഫയൽ കാർഡ് ഷുഡ് ബി ടേക്കൺ ഔട്ട് വിത്ത് ബ്രാസ് ഓർ കോപ്പർ സ്ട്രിപ്പ്. ഈസി ആയിട്ട് നമ്മൾ അതാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ സ്ട്രിപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽ സ്ട്രിപ്പ് എന്ന് പറയും, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, പിന്നെ അടുത്തത് പുതിയ ഫയലാണെന്ന് യൂസ് ഓൺലി സോഫ്റ്റ് മെറ്റൽ സ്ട്രിപ്പ് അഥവാ ബ്രാസ് ഓർ കോപ്പർ മാത്രം യൂസ് ചെയ്യുക ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ഷാർപ്പ് കട്ടിംഗ് എഡ്ജ് ഓഫ് ഫയൽസ് വിൽ വിയർ ഔട്ട് ക്വിക്ക്ലി ഇൻ സ്റ്റീൽ ഫയൽ കാർഡ് യൂസ്. സ്റ്റീൽ ഫയൽ കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും, ആ ഷാർപ്പ് കട്ടിംഗ് എഡ്ജ് പെട്ടെന്ന് വിയർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വെൻ ഫയലിംഗ് എ വർക്ക് പീസ് സ്മൂത്ത് finish, more pinning will take place because the pitch of depth of the teeth or less. Application of chalk on the face of the file help to reduce the penetration of teeth or pinning. Clean the file frequently in order to remove the filing embedded in the chalk powder. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിപ്പം കൂടുതലായിട്ടുള്ള പിന്നിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മെറ്റൽസിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചോക്ക് പൗഡർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനകത്തേക്ക് അതിനകത്തേക്ക് ആപ്ലിക്കേഷൻ ഓഫ് ചാക്ക് ഓഫ് ദ ഫേസ് ഓഫ് ദ ഫയലിൻ്റെ ഫേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു റെഡ്യൂസ് ദ പെനട്രേഷൻ ഓഫ് ദ ടീത്ത് ആൻഡ് പിന്നിങ്, ആ ഒരു പെനട്രേഷനും പിന്നിങ്ങും ഒക്കെ കുറയ്ക്കാൻ പറ്റും. ക്ലീൻ ദ ഫയൽ ഫ്രീക്വൻലി ഇൻ ഓർഡർ ടു റിമൂവ് ദ ഫയലിംഗ് എംബഡ് ദ ചാക്ക് പൗഡർ. അതുപോലെ തന്നെ എന്താണ്, ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ചോക്ക് പൗഡറോട് കൂടിയിട്ട് അതെന്ത് ചെയ്യണം, തുടച്ച് വൃത്തിയായിക്കൊണ്ടേ ഇരിക്കുകയും വേണം. ഓക്കെ, അല്ലാതെ ചോക്കെല്ലാം കൂടെ തേച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല. ക്ലീൻ ദ ഫയൽ ഫ്രീക്വൻലി ഇൻ ഓർഡർ ടു റിമൂവ് ദ ഫയലിംഗ് എംബഡ് ഇൻ ദ ചോക്ക് പൗഡർ. ഓക്കെ, ഇനി കെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ്. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡു നോട്ട് യൂസ് ഫയലിംഗ് ഹൗ ദ ബ്ലെൻഡ് കട്ടിംഗ് എഡ്ജ്, അതായത് മൂർച്ചയില്ലാത്ത കട്ടിംഗ് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിംഗ് അത് യൂസ് ചെയ്യാൻ പാടില്ല. റിമെമ്പർ ദാറ്റ് ഫയൽ കട്ട് ദ പുഷ് സ്ട്രോക്ക്, നമ്മൾ ഒരു പുഷ് സ്ട്രോക്കിൽ മാത്രം, അതായത് റിട്ടേൺ സ്ട്രോക്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇത് ഫയൽ ചെയ്യില്ല. പുഷ് സ്ട്രോക്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫയലിംഗ് പുഷ് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ശക്തി കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളിനി ഫുൾ സ്ട്രോക്കിൽ അഥവാ തിരിച്ച് വരുമ്പോൾ സമയത്ത് അവിടെ ശക്തി കൊടുത്താൽ, പ്രഷർ കൊടുത്താൽ എന്ത് സംഭവിക്കും, അവിടെ ടീത്തുകൾ ബ്ലെൻഡ് ആവുകയോ ക്രഷ് ആവുകയോ ഒക്കെ സംഭവിക്കും. ഓക്കെ, ഇനി പ്രിവെൻറ്റ് ഫ്രം പിന്നിങ്ങിൽ നിന്ന് സംരക്ഷിക്കുക. ഗിവിങ് യുവർ ഫയൽസ് ടീത്ത് ലൈറ്റ് ബ്രഷ് വിത്ത് ഓയിൽ ഡ്യൂറിങ് ലോങ് സ്റ്റോറേജ്. കൂടുതൽ കാലം നമ്മളതിനെ ഉപയോഗിക്കാതെ വെക്കാനായിട്ടാണ് ഇപ്പോൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അതിനകത്ത് ചെറിയ രീതിയിൽ ഓയിൽ കോട്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. നോർമലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓയിൽ കോട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ലോങ് സ്റ്റോറേജ് സമയത്ത് കോട്ട് ചെയ്യാം, കൂടുതൽ കാലം വെച്ചേക്കാനാണെന്നുണ്ടെങ്കിൽ കോട്ട് ചെയ്യാം. ആൻഡ് ഫയൽ ഷുഡ് ബി സ്റ്റോർഡ് സെപ്പറേറ്റ്ലി സോ ദാറ്റ് ദെയർ ഫേസസ് കനോട്ട് റബ്ബ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ഓർ എഗെയിൻസ്റ്റ് അതർ ടൂൾസ്. മറ്റ് ടൂൾസിനോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്തിടാൻ പാടില്ല. അത് അതിൻ്റെ ഫേസസൊക്കെ മറ്റിനോന് ഉരഞ്ഞ് ഡാമേജുകൾ വരാനായിട്ട് കാരണമാകും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സിറ്റി ഓഫ് ഫയൽ എന്നുള്ളതാണ്. സോ ഇതും നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ്, നമുക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയ തന്നെയാണ് കോൺവെക്സിറ്റി ഓഫ് ഫയൽ എന്ന് പറയുന്നത്. കോൺവെക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറിയ രീതിയിൽ ഇങ്ങനെ മുഴച്ചതുപോലെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതിനെക്കുറിച്ച് പറയാം. അപ്പം മോസ്റ്റ് ഹാവ് ദ ഫേസസ് ഓഫ് സ്ലൈറ്റ്ലി ബിലീഡ് ലെങ്ത് വൈസ്, ദിസ് ഈസ് നോൺ ആസ് കോൺവെക്സിറ്റി ഓഫ് ഫയൽ. കൂടുതൽ ഫയലുകളും അതിൻ്റെ സ്ലൈറ്റ് ചെറുതായിട്ട് ലെങ്ത് വൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈറ്റ്ലി അതിൻ്റെ ഫേസസ് ഒന്ന് ഇതായിട്ട് നിൽപ്പുണ്ടായിരിക്കും. അതിനെയാണ് കോൺവെക്സിറ്റി എന്ന് പറയുന്നത്. ചെറിയൊരു പൊന്തൽ പോലെ നിൽപ്പുണ്ടായിരിക്കും. ദിസ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ടാപ്പർ ഓഫ് എ ഫയൽ. അത് ഫയലിൻ്റെ ടാപ്പറുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. എ ഫ്ലാറ്റ് ഫയൽ ഹാസ് ഫേസസ് വിച്ച് ആർ കോൺവെക്സ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ടാപ്പർ സ്ലൈറ്റ്ലി ഇൻ വിഡ്ത്ത് ആൻഡ് തിക്നെസ്. ഒരു ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുന്നത് ഫേസസിൽ വിച്ച് ആർ കോൺവെക്സ്, ചെറുതായിട്ട് കോൺവെക്സ് ആൻഡ് ആൾസോ അതെന്തായിരിക്കും
എന്തായിരിക്കും, ചെറുതായിട്ട് എന്ത് ചെയ്യും, ടാപ്പേഴ്സ് സ്ലൈറ്റ്ലി വിഡ്ത്ത് ആൻഡ് തിക്നെസ് ചെറുതായിട്ട് എന്തായിരിക്കും, ടാപ്പറും ആയിരിക്കും. പർപ്പസ് എന്താണ് ഇങ്ങനെ കോൺവെക്സിറ്റി ഒക്കെ നൽകുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ചോദിക്കുന്നത്. പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ഫയൽ ഈസ് പാരലൽ ഇൻ തിക്നെസ്, അത് വളരെ പാരലായിട്ട് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ, തിക്നെസ് പാരലാണെന്നുണ്ടെങ്കിൽ, തിക്നെസ്സിൽ കൂടുതലോ കുറയലോ അങ്ങനെയല്ല, പാരലായിട്ട് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആൾ ദ ടീത്ത് കൊണ്ട് സർഫസ് ഓഫ് ദ വർക്ക് വിൽ കട്ട്, എല്ലാ ടീത്തുകളും എന്ത് ചെയ്തിരിക്കും, അതിൻ്റെ സർഫസിൽ കോണ്ടാക്റ്റ് വന്ന് കട്ടാവും. ദിസ് വുഡ് റിക്വയർ മോർ ഡൗൺവേർഡ് പ്രഷർ ടു മേക്ക് ദ ഫയൽ ബൈറ്റ് ആൻഡ് ആൾസോ മോർ ഫോർവേഡ് പ്രഷർ ടു മേക്ക് ദ ഫയൽ ടു കട്ട്. അപ്പം മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോർവേഡ് നമ്മൾ ഫയൽ ചെയ്യുന്ന ഡയറക്ഷനിൽ കൂടുതൽ പുഷ് എടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പുഷിങ് താഴേക്കുള്ള ശക്തിയും കൂടുതൽ നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഓക്കെ, ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ എ ഫയൽ യൂണിഫോം തിക്നെസ്. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കൂടുതൽ എന്ത് ചെയ്യുന്നു, കൺട്രോളിങ് വളരെ എന്ത് ചെയ്യാം, യൂണിഫോം തിക്നെസ്, ഏകീകൃതമായിട്ടുള്ള തിക്നെസ് നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കാര്യം തന്നെയാണ്. ടു പ്രൊഡ്യൂസ് എ ഫ്ലാറ്റ് സർഫസ് വിത്ത് എ ഫയൽ പാരലൽ ഇൻ തിക്നെസ് എവരി സ്ട്രോക്ക് ഷുഡ് ബി സ്ട്രൈറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ദ സീസാവ് ആക്ഷൻ ഓഫ് ദ ഹാൻഡിൻ്റെ സീസാവ് ആക്ഷൻ മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസ് പാരലൽ തിക്നെസ് ആയിട്ട് നമ്മൾ ഫ്ലാറ്റ് സർഫസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ട്രോക്കുകളും സ്ട്രൈറ്റ് ആയിരിക്കണം. പക്ഷേ നമ്മുടെ കൈയിൻ്റെ സീസാവ് ആക്ഷൻ കാരണം അത് പോസിബിൾ അല്ല. ഓക്കെ, ദ ഫയൽ മേഡ് വിത്ത് പാരലൽ ഫേസസ്, ഫയൽ എന്ത് ചെയ്യുന്നത്, പാരലൽ ഫേസ് ആയിട്ട് നിർമ്മിച്ചു. വൈൽ ഗിവിങ് എ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വൺ ഫേസ് മേ വാർപ്പ് ആൻഡ് ബിക്കം കോൺകേവ് ആൻഡ് ദ ഫയൽ വിൽ യൂസ്ലെസ് ഫ്ലാറ്റ് ഫയലിംഗ്. ഓക്കെ, എക്സസ് ചിപ്പ് റിമൂവൽ അറ്റ് ദ ഫ്രണ്ട് ഓർ റിയർ വർക്ക് പീസ് എഡ്ജ് ഇസ് പ്രിവെൻറ്റഡ് ആൻഡ് ഫയലിംഗ് ദ ഫ്ലാറ്റ് സർഫസ് ഇസ് മെയ്ഡ് ഈസിയർ ബിക്കോസ് കോൺവെക്സിറ്റി ഓൺ ദ കട്ടിംഗ് ഫേസസ്. ഓക്കെ, ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫയലിൻ്റെ ഫേസ് ചെറുതായിട്ട് ലെങ്തിൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ തിക്നെസ്സിൽ ചെറിയൊരു എന്താ പറയുക വ്യത്യാസം ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ അതിന് ഉള്ള യൂസസിനെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത്രയും ആണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്, ഫയൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം മാക്സിമം ഫയൽ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ഇനിയുള്ള അടുത്ത ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്